നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കത്തയച്ചില്ല. വെറുതെ ഒരു കത്തെഴുതിയാൽ പോരെന്നും കൃത്യമായ വിവരങ്ങൾ അറിയിക്കേണ്ടതുണ്ടെന്നുമാണ് സർക്കാർ CPI നേതാക്കളോട് പറഞ്ഞത്. CPI നേതാക്കൾ കത്തിനെക്കുറിച്ച് വ്യാപകമായി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ ആലോചനകളും രഹസ്യമായി സൂക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു. CPMന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. PM ശ്രീ ഫയലുകൾക്ക് മുകളിൽ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിവരവും പുറത്തു പോകാതെ കർശനമായ സുരക്ഷിതത്വത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള കേരളത്തിന്റെ നീക്കങ്ങൾ തീരുമാനത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. പദ്ധതി നടപ്പിലാക്കാൻ തത്വത്തിൽ തീരുമാനിച്ച വിവരം സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ഈ തീരുമാനത്തെ കേന്ദ്രം സ്വാഗതം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ഗുണം ലക്ഷ്യമാക്കി പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ടു പോകണമെന്നും പട്നയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. കേരള സർക്കാരിൽ ഇത് സംബന്ധിച്ച് പ്രതിസന്ധിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേരളത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിവുണ്ടോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ തന്റെ ശ്രദ്ധയിലില്ലെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. PM ശ്രീ നടപ്പിലാക്കുന്നതിൽ ജോൺ ബ്രിട്ടാസ് MPയുടെ പങ്ക് മന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. പിണറായിയുടെ വിശ്വസ്തനാണ് ബ്രിട്ടാസ്. ദീർഘകാലം ദേശാഭിമാനിയുടെ ഡൽഹി ലേഖകനായിരുന്ന ബ്രിട്ടാസിന് കേന്ദ്രത്തിൽ അസാമാന്യമായ സ്വാധീനമുണ്ട്. അതുപയോഗിച്ചാണ് പിണറായി ഡൽഹിയിൽ കരുക്കൾ നീക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള മുതിർന്ന പാർലമെന്റ് അംഗങ്ങളെയും നന്ദി അറിയിച്ചിരുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. പദ്ധതിയിൽ ചേരുമെന്ന് 2 ദിവസം മുമ്പ് കേരള സർക്കാർ വ്യക്തമാക്കിയതിനാൽ ആ തീരുമാനം തുടരുമെന്നാണ് കരുതുന്നത്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇത്തരം നീക്കത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് പ്രധാൻ പറയുന്നത്. പദ്ധതിയുമായി കേരളം മുന്നോട്ടു പോകണമെന്നാണ് പറയാനുള്ളത്. ഇത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള നല്ല പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് പുനർപരിശോധിക്കണമെന്ന കേരളത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും അറിയിച്ചു. വ്യക്തത ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുക കേരളത്തിന് എളുപ്പമല്ല. കേന്ദ്രമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടയാൻ കേന്ദ്രത്തിന് കഴിയും. PM ശ്രീ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കരാർ റദ്ദാക്കാനും പിൻവലിക്കാനും അധികാരമുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർക്ക് മാത്രമാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് പഞ്ചാബ് അറിയിച്ചതിന് പിന്നാലെ SFIക്കുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞിരുന്നു. 515 കോടി രൂപ തടഞ്ഞതോടുകൂടി 2024 ജൂലൈ 26 പദ്ധതിയിൽ ചേരാൻ പഞ്ചാബ് സന്നദ്ധ അറിയിക്കുകയാണ് ഉണ്ടായത്. PM ശ്രീ കരാർ താൽക്കാലികമായി നിർത്തിവെക്കാം എന്നതല്ലാതെ പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ധാരണാപത്രം തൽക്കാലം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകാമെന്നും പദ്ധതിയിലെ ചട്ടങ്ങൾ സംബന്ധിച്ച് വിശദമായി പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കണമെന്നുമാണ് കേരള സർക്കാരിന്റെ പുതിയ തീരുമാനം. ഉപസമിതിയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനും മന്ത്രിമാരായ K രാജൻ, P പ്രസാദ്, റോഷി അഗസ്റ്റിൻ, P രാജീവ്, AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി എന്നിവർ അംഗങ്ങളുമാണ്. പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ചാണ് പുനർപരിശോധന എന്നും ഉപസമിതി റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സംസ്ഥാനത്ത് PM ശ്രീ നടപ്പാക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ടു പോകില്ലെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കേരളത്തിന് ലഭിക്കാനുള്ള SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞതായി സൂചനയുണ്ട്. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു ബുധനാഴ്ചയാണ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതുവരെ ഫണ്ട് എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിലെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതായത് ഉപസമിതി തീരുമാനം വരുന്നതുവരെ മരവിപ്പിക്കില്ലെന്ന ചുരുക്കം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് SSK ഫണ്ട് ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SSK ഫണ്ടിന്റെ ഭാഗമായി ആദ്യ ഗഡുവായി ഏകദേശം 319 കോടിയോളം രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കേരളത്തിനും ഈ ആഴ്ച കിട്ടേണ്ടിയിരുന്നത്. എന്നാൽ PM ശ്രീ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗിക തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെങ്കിലും ഫണ്ട് തൽക്കാലത്തേക്ക് കേന്ദ്രം തടഞ്ഞിട്ടുള്ളതിനാൽ എന്നാണ് സൂചന. മന്ത്രിസഭ ഉപസമിതി തീരുമാനത്തിനനുസരിച്ചായിരിക്കും കേരളത്തിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. PM ശ്രീയിൽ പഞ്ചാബിലെ പോലെ കേന്ദ്ര സർക്കാർ കുരുക്കിട്ടാൻ കേരളത്തിന് പിന്മാറാൻ കടമ്പകൾ ഏറെയുണ്ട്.
2022 ഒക്ടോബറിൽ ഒപ്പിട്ട കരാറിൽ നിന്ന് അടുത്ത വർഷം പഞ്ചാബ് സർക്കാർ പിന്മാറിയിരുന്നു. പക്ഷേ കരാറിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തു. ഫണ്ട് തടഞ്ഞതോടുകൂടി സമ്മർദ്ദത്തിനൊടുവിൽ 2024 പഞ്ചാബിൽ നിന്ന് വീണ്ടും PM ശ്രീയുടെ പങ്കാളിയാവേണ്ടി വന്നു. നയപരമായി തന്നെ എതിർപ്പുകളില്ലാത്തതിനാൽ തന്നെ കേരളത്തിന് ആ വഴി സ്വീകരിക്കാനും കഴിയില്ല. പിന്മാറാൻ കരാർ വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്രത്തിന് മാത്രമേ അവകാശമുള്ളൂ. പദ്ധതി മരവിപ്പിച്ചെങ്കിലും അതെങ്ങനെ മറികടക്കാമെന്നാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. അതേസമയം ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും PM ശ്രീ പദ്ധതിക്കുള്ള പണമൊന്നും കേരളം കൈപ്പറ്റാത്തതിനാൽ പിന്മാറ്റത്തിന് നിയമപരമായ തടസ്സമില്ലെന്ന് ചില നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മന്ത്രിസഭ ഉപസമിതി ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തായിരിക്കും തീരുമാനം എടുക്കുക. നയപരമായും രാഷ്ട്രീയമായും എതിർത്ത ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കീഴടങ്ങിയെന്നാണ് CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വിമർശനം. എന്നാൽ കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാനാണ് PM ശ്രീ നടപ്പാക്കുന്നതെന്ന് സർക്കാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതാണ് വിവാദമായത്. 2023-27 വർഷത്തേക്ക് വിഭാവനം ചെയ്തതാണ് പദ്ധതി. രാജ്യത്ത് 14,500 PM ശ്രീ സ്കൂളുകൾ വികസിപ്പിക്കുമെന്നാണ് കേന്ദ്ര പ്രഖ്യാപനം. ഒരു എലമെന്റ് സ്കൂള്, ഒരു സെക്കൻഡറി സ്കൂള് എന്നിങ്ങനെ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതം 300ഓളം പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ കേന്ദ്രം വികസിപ്പിക്കും. അവ PM ശ്രീ സ്കൂളായി തിരിച്ചറിയാവുന്ന തരത്തിൽ പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം സഹിതമുള്ള ബോർഡും സ്ഥാപിക്കും. വിദ്യാർത്ഥികൾക്ക് 21ാം നൂറ്റാണ്ടിൽ വേണ്ട ശേഷി അഭിമുഖീകരിക്കാനാവും വിധം ഉള്ള മാതൃകാ വിദ്യാലയങ്ങളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ എന്ന് പറയുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർവഹണം മികവും പ്രദർശിപ്പിക്കാനുള്ളതാണ് ഈ വിദ്യാലയങ്ങളെന്ന മാർഗരേഖ വ്യക്തമാക്കുന്നു. NEP വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി സംസ്ഥാനങ്ങൾ നടപ്പാക്കണമെന്ന് PM ശ്രീ ധാരണാപത്രം നിർദ്ദേശിക്കുന്നുണ്ട്. PM ശ്രീ സ്കൂളിൽ NEP ചട്ടമനുസരിച്ച് അല്ലെങ്കിൽ ചട്ടക്കൂട് അനുസരിച്ചുള്ള പാഠ്യപദ്ധതി വേണം. അതിനാൽ NCERT സിലബസ് പിന്തുടരാൻ കേരളം നിർബന്ധമാവും. PM ശ്രീ സ്കൂളിൽ കേന്ദ്ര സിലബസും മറ്റു സ്കൂളുകളിൽ സംസ്ഥാന സിലബസും ആകും ഇതോടെ വരുന്നത്. പൊതുവിദ്യാലയങ്ങൾ 2 തട്ടിലാവും. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ 2023-24 അവസാന പാദം മുതൽ ഈ സമഗ്ര ശിക്ഷ കേരള SSKക്കുള്ള ഫണ്ടും തടഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിന് 1200 കോടി മരവിപ്പിച്ചു. SSK പദ്ധതികൾ താളം തെറ്റുകയും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയും ചെയ്തതോടുകൂടി കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ വ്യാഴാഴ്ച ധാരണാപത്രം ഒപ്പിടുകയായിരുന്നു. നയപരമായി ഒട്ടും വീഴ്ചയില്ലെന്നാണ് സർക്കാരിന്റെ വാദം. NEPയിലുള്ള എതിർപ്പ് തുടരും. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് ലഭിക്കാനാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണവും വാണിജ്യവൽക്കരണവും ലക്ഷ്യമിട്ടാണ് NEP എന്നാണ് CPM CPIയും സ്വീകരിച്ച നിലപാട്. ഈ ഗാന്ധിവധവും ഗുജറാത്ത് കലാപവും മുഖഗർഭാരണവുമൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നാണ് വിമർശനം ഉയർന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇനി ഒരു പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും കരാർ ഒപ്പിട്ട സ്ഥിതിക്ക് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രി V ശിവൻകുട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ മാറില്ലെന്ന് പറഞ്ഞാണ് CPIക്ക് മുട്ടുമടക്കേണ്ടി വരും. കാരണം കരാർ റദ്ദാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. വിവാദങ്ങൾ അവസാനിപ്പിച്ച ശേഷം കരാർ പൂർവാധികം ഭംഗിയോടെ മുന്നോട്ട് പോകണമെന്നാണ് മനസ്സിലാകുന്നത്. അതാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞത്.